സോ ഗൈസ് വീണ്ടും ഒരു കളിയിൽ വീണ്ടും വന്നിരിക്കുന്നു. ഇതിൻ്റെ പേരാണ് ബിൽഡ് മൈൻക്രാഫ്റ്റ് സെർവർ. എന്നിട്ടത് അഡ്മിൻ ഓഫീസ് October 4th 1:30 നമുക്ക് ഇവിടെ വിളിക്കാം. ഇങ്ങനെ ഓൺ ചെയ്തേക്കാം. യെസ് ഗൈസ്, ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത് എൻ്റെ മുന്നേ സീൻ ഇതും പറ്റുന്നുണ്ട്. പക്ഷെ എൻ്റെ ഇതിൽ കുറച്ച് ആടിയിട്ട് വേണം. എൻ്റെ പൈസ നന്നായിട്ടുണ്ടാവുന്നുണ്ട്. പക്ഷെ അതെന്തൊരു ലാവേ എൻ്റെ ജീവോ. എന്നാലും നമുക്ക് ഒരു ബൈക്കോട്ടെ 250 പൈസ. നമുക്കൊരു എഞ്ചിനും കൂടെ വാങ്ങിച്ചേക്കാം. പക്ഷെ എങ്ങനെ ലോൺ ഇനിയിപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ ഹെലികോപ്റ്റർ ഷോട്ട്. ഇതിന് സോ ഗൈസ് ഒരു സെക്കൻഡ് നിൽക്കുക. വീണ്ടും നമ്മൾ അതേ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. യെസ്, ഈ പ്രാവശ്യം നമ്മളിത് കംപ്ലീറ്റ് ചെയ്തു. ഡിസ്റ്റൻസ് 2000. പക്ഷേ ഇതെത്തില്ല. റീസ്റ്റാർട്ട് ചെയ്തു. ഈ പ്രാവശ്യം കുറേ പൈസ കിട്ടിയിട്ടുണ്ട്. നമുക്ക് സോ ഗൈസ് ഇപ്പോൾ നമ്മൾ നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. വാവ്, നല്ല സ്പീഡ്. നിങ്ങളിപ്പോൾ ഇതിനെ കളിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് പറഞ്ഞോളൂ. ഞാൻ ഈ പ്രാവശ്യം ലാവാനെ കണ്ടു. എനിക്ക് തോന്നുന്നുണ്ട് നമ്മൾ ഈ പ്രാവശ്യം ഇതിന് കടന്നു പോകുന്നു. യെസ് ഗൈസ്, ഓക്കെ. സോ ഗൈസ് ഗോൾഡൻ കോട്ട ഒരു സ്പിന്നെ കിട്ടിയിട്ടുണ്ട്. ഓ 350 രൂപ കിട്ടി. 550 അല്ല, ഒരു കാട്ട് വേണമെങ്കിലും അടുത്ത കാട്ടിന് 500 രൂപയാണ്. അത് നമുക്ക് ഇതിന് സ്പീഡ് കൂട്ടാം. സ്പീഡിൻ്റെ ആർക്കും ആവശ്യം, നമുക്ക് ഫ്യൂൽ ഉണ്ട് കേട്ടോ. ബാക്കിൽ ഡബിൾ സിറ്റി ഫ്യൂൽ വയ്ക്കാം. ഇപ്പോൾ ലോഞ്ച് ചെയ്തോക്കട്ടെ. സോ ഗൈസ് നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. ഫ്യൂലിൻ്റെ ലെവലുണ്ട്, ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. ഇപ്പോഴത്തെ നമുക്ക് വല്ല നല്ല എൻജിൻ വയ്ക്കട്ടെ. സോ നമുക്ക് ഇതിനൊന്ന് നമുക്ക് കേട്ടത് ഈ പിറമിഡിൻ്റെ മേലെ നിന്നൊക്കെ പോകാൻ പറ്റുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ പറ്റില്ല. ഇതൊന്നും നമുക്ക് കേവിലേക്കൊക്കെ പോവുക. ഇങ്ങോട്ട് പക്ഷെ ഡിസൈഡിങ് ഒക്കെ ഇല്ല. നമുക്ക് ഇതിങ്ങോട്ടേക്ക് പോവാം. സോ ഗൈസ്
വീണ്ടും ഒരു കാട്ടാണെങ്കിൽ അതിന് പൈസ ആയിട്ട് ഇതിരിച്ചും കൂടെ സ്പീഡ് കൂടിയിട്ട് പിന്നെ വിളിക്കാം. പിന്നെ കാണാം ഗൈസ്. ഇതിരിച്ച് പൈസ ഉണ്ടാക്കിട്ടെ. പിന്നെ എനിക്കൊരു കൂട്ടം പറയാനുണ്ട്. നമ്മുടെ ചാനലിൽ ഒരു കമ്മ്യൂണിറ്റി സാധനം നടക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഒരു ടീമിൽ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സബ്സ്ക്രൈബോ കമൻറ്റോ ലൈക്കോ ഏതെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ പങ്കാളിയായി തീരും. സോ നിങ്ങൾക്ക് എന്താ ചെയ്യണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്തോളൂ. ഇനിയിപ്പോൾ നമുക്ക് V8 എഞ്ചിൻ പണിയാം. നമ്മളിപ്പോൾ V8 എഞ്ചിൻ പണിക്കാൻ പോകുന്നു. ബെസ്റ്റ്. സോ V8 എഞ്ചിൻ്റെ റീസ്റ്റോക്ക് എപ്പോഴാണ്? 4 മിനിറ്റിലാണ് റീസ്റ്റോക്ക്. അതിനേക്കാൾ ഇത് തോന്നിയുണ്ട്. ബെസ്റ്റ് വാങ്ങിക്കേ വേണ്ടായിരുന്നു. സോ അടുത്തത് 1K 45 ഡിഗ്രി ഫീൽഡിന് വാങ്ങിക്കേണ്ടി വരും. ഇനിയിപ്പോൾ വീണ്ടും ലോഞ്ച് ചെയ്ത് നോക്കാം. നമുക്ക് അടുത്ത പ്രാവശ്യം ഇത്തിരി പൈസ ഉണ്ടാക്കട്ടെ. ഇത്തിരി ഫ്യൂൽ ലെവൽ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തിരി അഡ്വാൻറ്റേജും ഉണ്ട്. ഞാൻ പറഞ്ഞ മാതിരി ഇതും എനിക്ക് 50 സബ്സ്ക്രൈബേഴ്സ് മതി ഒരു ലൈവ് ഉണ്ടാക്കാനായിട്ട്. അതിന് ഞാൻ ഒരു അനൗൺസ്മെൻറ്റ് പറയാം. സോ വീണ്ടും ഇതിനെ ക്ലോസ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഈ പ്രാവശ്യം ഇതിൽ കൂടെ പോകും. സോംബീസ് ഉണ്ട്. സോംബീസ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്പീഡ് കൊടുക്കും. നശിച്ചത് 147. അയ്യോ 147 എത്തിച്ചുള്ളൂ. ഇനിയിപ്പോൾ വീണ്ടും ലോഞ്ച് ചെയ്തൊക്കെ എത്ര 2 മിനിറ്റ് കൂടെ ഉള്ളൂ. വേഗം ചെയ്യാം. ഇനി ഒരു കാര്യം കൂടെ അത്രയും ദൂരം വരെ എത്തിച്ചുകഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞും കിട്ടും. അങ്ങോട്ട് പണി കഴിഞ്ഞു. ഓക്കെ ഇത് വീണ്ടും ലാഗായല്ലോ ഗൈസ്. വീണ്ടും സ്പീഡ് കൂട്ടിയിട്ട് വാവ്. ഈ അടുത്ത പ്രാവശ്യം നമ്മൾ V8 പണിക്കുമ്പോൾ ഈ പെർമിറ്റിൻ്റെ മേലെ കൂടെ കൊണ്ടുപോകും. സ്റ്റാർട്ടർ പാക്ക് ആണെങ്കിൽ വാങ്ങിക്കാം. പക്ഷേ എൻ്റെ റോബക്സ് ഇല്ല. ഇവിടെ ഈ എന്തൊരു കാണിച്ചത്. സോ ഞാൻ എൻ്റെ ലാഗായിക്കൊണ്ടിരിക്കുക ഗൈസ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് ഇവിടെ വന്ന് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സോംബീസ് ഇരിക്കുന്നതുകൊണ്ട് സ്പീഡ് പറയുന്നുണ്ടല്ലോ. നശിച്ചത്. ശരി 3 ഞാൻ ചാടി പോകണ്ട. ഡയമണ്ടോ സൈഡിലൊക്കെ ഡയമണ്ട്. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കണേ സൈഡിലൊക്കെ ഡയമണ്ട് നിന്ന്. എൻ്റെ ഇവിടേക്ക് ഇടുക. നല്ല സൂപ്പർ ഓ എൻ്റെ അത്യാവശ്യം കൂടെ ദൂരം ഞാൻ സർവൈവ് ചെയ്തിട്ടുണ്ട്. സോംബീസ് വീണ്ടും 530 കിട്ടി. സോ നമുക്ക് ഇതിനൊക്കെ ടെസ്ല ബാറ്ററി ഇതൊക്കെ എന്നിട്ടാണ് നമുക്കൊന്നും അറിയില്ല. 150 മോർ ഫ്യൂൽ. പക്ഷെ നമുക്ക് ആകെപ്പടി V8 മതി. വേഗം സ്റ്റോക്കിലെത്തിയാൽ മതി.
അയ്യോ പൈസ കൂടും പോയി. എടാ മാറി മാറി. ഇപ്പം നല്ല സ്പീഡിൽ പോകും ഗൈസ്. ഞാനൊരു എൻജിനും കൂടെ വെച്ചിട്ടുണ്ട്. ഓ ഇപ്പോഴും എൻ്റെ മൊബൈൽ ലാഗായിക്കൊണ്ടിരിക്കുക. അത് ഏറ്റവും വലിയ പ്രശ്നം. അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി പോക്കുണ്ട്. ഇവിടെ അധികം റേഞ്ചില്ല, അതിൻ്റെ പ്രശ്നം. ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നത് ഞാൻ എന്തായാലും പിറമിഡിൻ്റെ മേലെ കൂടെ പോകുന്നു. സോ ഗൈസ് നമ്മളിന്ന് പിറമിഡിൻ്റെ മേലെ കൂടെ ഒക്കെ ചാടി ഓ സോംബീസിനൊക്കെ കൊന്ന് ചാടി 65 സ്റ്റെപ്സ് 120. ഈ സോംബീസ് സ്പീഡ് കൊടുക്കുന്നേ നശിച്ചത്. വാ വാട്സം ബ്യൂട്ടി ഇനിയിപ്പോൾ നമുക്ക് SV8 വന്നിട്ടുണ്ട്. നമുക്ക് നമുക്കൊരു ഫ്യൂലും കൂടെ കാണിക്കാം. ഒന്ന് ലോഞ്ച് ചെയ്യാനുള്ള സമയമുണ്ട്, അതാണ് പ്രശ്നം. 50 രൂപ കിട്ടിയാൽ മതി. ഓക്കെ കിട്ടി. ഓക്കെ സാർ നോക്കുക. സ്റ്റോക്ക് ഔട്ടേക്ക് വേണം. അപ്പുറത്തെ ഉണ്ട്. ഇനിയിപ്പോൾ വാവ് നല്ല സ്പീഡ് ഗൈസ്. വേഗം അങ്ങോട്ട് ചാടട്ടെ, വേഗം അങ്ങോട്ട് പോകട്ടെ, പിറമിഡിൻ്റെ മേലെ കൂടെ അങ്ങോട്ട് ചാടട്ടെ. പക്ഷെ ക്ലൗഡിനൊക്കെ ടച്ച് ചെയ്തിട്ട് പക്ഷെ ഇത് ചാടിയൊക്കെയാണ് പോകുന്നത്. കിട്ടും മാറിപ്പോകും, വേഗം പോകും കൂട്ട്. സോ ഗൈസ് ഇത്രയും കൂടി ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് 300 400 വീട്ടിൻ്റെ 2 സ്റ്റോക്കില് ഓടിപ്പിച്ചോ. അടുത്ത പ്രാവശ്യം വീട്ടിൽ മേടിക്കട്ടെ. വേഗം പോയാൽ മതി. പറപ്പിച്ച് വിട്ട് 150 കിട്ടിയാൽ മതി. അത്രയും പണിയാണ്. 150 ഗൈസ്, 150. ജസ്റ്റ് മിസ് ഗൈസ്, വീണ്ടും ജസ്റ്റ് മിസ് തന്നെ. വെച്ചേക്കാം. പൈസ ഡിഫണ്ട് പറ്റിട്ടെ കേട്ടോ. സ്പീഡ് കൂടി. യെസ് മോനെ 200 സ്പീഡ് ഏതിട്ട് മൈക്കാട്ടാണ് പറഞ്ഞോളെ. എൻ്റെ V8 3 4 5 സീനുമാണ്. പഠിക്കും സീനുമാണ്. എൻ്റെ ഇതൊക്കെ റോക്കറ്റ്. എൻ്റെ സോംബിസിൻ്റെ മേലൊക്കെ ചവിട്ടിയിട്ടൊക്കെ പോകണം നമ്മൾ ഇങ്ങോട്ടേക്ക്. ഈ പ്രാവശ്യം നമ്മൾ ഇതിന് റൂട്ടൊക്കെ മാറിയിട്ട് സമാധാനം പോലെ എത്തിച്ചു മേലെ മൈൻകാട്ടൊക്കെ കഴിഞ്ഞെത്തിച്ചു. ഇത്രയും പൈസ നമുക്ക് അത്യാവശ്യം ഫ്യൂൾസൊക്കെ വാങ്ങിച്ച് ഫ്യൂല് റീസ്റ്റോക്ക് ആയിട്ട് ഏകദേശം 57 സെക്കൻഡിനകം 36 സെക്കൻഡിനകത്ത് ഇതും കിട്ടും. സോ എന്ന് പറയണോ ഡൗട്ടുണ്ട്. നേരം വെയിറ്റ് ചെയ്താണ് ഒരു ഡ്രൈവിന് നമുക്ക് മറ്റുള്ളവട്ടൊന്നും പ്ലേസ് ഇവിടെ തന്നിട്ട് ട്രെയിന് പൈലറ്റ് ഷിപ്പ് എടുക്കാൻ തരില്ല. സോ
ഗൈസ് നമുക്ക് ഫ്രീ ഫയർ കിട്ടിയിരിക്കുന്നു. അത് ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയത്. എന്നിട്ട് കിട്ടുക വീട്ടിന് 350 രൂപ ബെസ്റ്റ്. ഞാൻ 150 രൂപ പൈസ വേണ്ട. ഞാൻ വെക്കാനേ വന്നേച്ചാ അതിൻ്റെ ഫ്യൂക്കാൻ കിട്ടിയിട്ട് ഇതിനെ മാറ്റി. നിറച്ച് ഫ്യൂക്കാൻ കിട്ടിയിട്ടുണ്ട്. ഈ പ്രാവശ്യം കുറെ ദൂരം പോകുന്നു എനിക്ക് തോന്നുന്നു. അറ്റ്ലീസ്റ്റ് ലാഗിങ് ആണ്. ഇന്ന് നമ്മൾ ഗുഹകളും കഴിച്ചിട്ടേ മതിയാവും. അമ്മ പിരമിഡിന്റെ മേലെ കൂടെ ചാടി കടന്ന് 200-400 എന്തൊരു സ്പീഡ് ചാടിക്കടന്നേ. ചെടി കിടന്ന് മരം എന്നിട്ട് സ്പീഡ് വന്നത്. എൻ്റെ ജീവോ ഇതെന്നിട്ടാണിത് ഇവർക്കൊക്കെ ഈ റോബ്ലോക്സുകാർക്ക് പ്രശ്നമാണ്. വേഗം പോവാൻ പറഞ്ഞതിന് പോവില്ല. ഷെൻ്റെ താഴത്തിലാവേണ്ട. ഷെൻ്റെ എന്ത് വണ്ടിയാണത്? തൂത്തൂത്തൂത്തൂന്നാണ്. ആ ക്യാൻ വെച്ചോണ്ട് ഇതിന് ഫ്യൂല് കൂടുതലായിട്ടുണ്ട്. അയ്യോ അത് എന്തിട്ടാണിത് പറക്കം തരിക? ഇത് പറക്കും തരിക, ഇത് മനുഷ്യരെ പറക്കും തരിക. So guys, ഇന്നത്തേക്ക് ഇത്രയും മതിയായിരിക്കും. സോ പാർട്ട് 2 50 ലൈക്സ്. പിന്നെ അടുത്ത വീഡിയോയ്ക്ക് അടുത്ത വീഡിയോയുടെ പാർട്ട് 2 50 ആണ്.